നവംബർ 19 33-ാം ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 19:11 മുതൽ 28 വരെ വാക്യങ്ങൾ. 1947 കൗമാരക്കാരനായ ഒരു അറബ് ഇടയ ബാലൻ ഒരു ഗുഹയിൽ നിന്ന് ആദ്യത്തെ ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തി. ഈ തുകൽ ചുരുളുകൾക്ക് 2000 വർഷം പഴക്കമുണ്ടായിരുന്നു. വിലയേറിയ ആ ചുരുളുകൾ ഈ ബാലൻ ബത്ലഹേമിലെ ഒരു തുകൽ തൊഴിലാളിക്ക് വളരെ വില കുറഞ്ഞ് വിറ്റു. ചെരിപ്പുകൾ നന്നാക്കാൻ തുകൽ ഉപയോഗിക്കാൻ താൻ ഉദ്ദേശിക്കുന്നതായിട്ട് ആ വാങ്ങുന്നയാൾ പിന്നീട് പറഞ്ഞു. എന്നാൽ ഈ ചുരുളുകൾ വളരെ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അത് പണ്ഡിതന്മാർക്ക് കൈമാറുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു പറയുന്ന കാര്യം ഈ കഥ നാടകീയമാക്കുന്നു. നമ്മുടെ കഴിവുകളെപ്പോലെ ദൈവത്തിൻ്റെ ദാനങ്ങളും നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. ചിലത് മൂല്യവത്തായും മറ്റുള്ളവ വെറുതെ പാഴാക്കിയും. ഇന്ന് യേശു പറയുന്ന ഉപമ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. തനിക്കായി ഒരു രാജത്വം നേടുന്നതിനായി ദീർഘദൂരം സഞ്ചരിച്ച ഒരു പ്രഭുവിൻ്റെ കഥയാണിത്. അദ്ദേഹം പോയപ്പോൾ തൻ്റെ പണവും രാജ്യവും തുടർന്നും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ 10 ദാസന്മാരെ 10 സ്വർണ്ണ നാണയങ്ങൾ വീതം ഏൽപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ പ്രതീക്ഷ താൻ ദൂരെ ആയിരിക്കുമ്പോൾ ഈ പണം അവർ വ്യാപാരത്തിനായി ഉപയോഗിക്കണമെന്നതായിരുന്നു. പ്രഭു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഓരോ ദാസനെയും വിളിച്ച് ഓരോരുത്തരോടും തൻ്റെ പണത്തിൻ്റെ കണക്ക് ചോദിച്ചു. ഓരോ ദാസനും തൻ്റെ പണം എങ്ങനെ ഉപയോഗിച്ചുവെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തായിരുന്നെന്നും കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ 2 ദാസന്മാർ അവരെ ഏൽപ്പിച്ച പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിരുന്നു. വർധനവിൻ്റെ തുകകൾ വ്യത്യസ്തമായിരുന്നു എങ്കിലും ആ യജമാനൻ 2 ദാസന്മാരിലും വളരെ സന്തുഷ്ടനായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ അധികാരവും നൽകി അദ്ദേഹം അവർക്ക് പ്രതിഫലം നൽകി. എന്നാൽ ഒരു സ്വർണ്ണ നാണയം ലഭിച്ച 3-ാമത്തെ ദാസൻ പ്രഭുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ യജമാനന് ആ ഒരു സ്വർണ്ണ നാണയം തിരിച്ചു നൽകി. തൻ്റെ പണം നിക്ഷേപിച്ച് ചൂതാട്ടം നടത്തി അല്ലെങ്കിൽ ബിസിനസ് നടത്തി നഷ്ടപ്പെട്ടാൽ യജമാനൻ കോപിക്കുമെന്ന് ഭയപ്പെട്ട് അവൻ ഒരു റിസ്ക് എടുക്കുന്നതിന് പകരം അത് സൂക്ഷിച്ചു വെച്ചു. പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് അയാൾ തീരുമാനിച്ചു. എന്നാൽ യജമാനൻ അയാളിൽ നിന്ന് ആ പണം എടുത്ത് 10 സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ച ദാസന് നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകേണ്ട സമയമാകുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുമോ? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിരവധി ദാനങ്ങൾ അവ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തോ? നമ്മൾ നല്ല കാര്യസ്ഥന്മാരായിരുന്നോ? നമുക്ക് ലഭിച്ച ദാനങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി നാം ഉപയോഗിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.